നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഈ ആരിഫ് ഹുസൈൻ എന്നൊരു എക്സ് മുസ്ലിം വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഷൈൻ ചെയ്യുന്നുണ്ട്. ആ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആരിഫ് ഹുസൈനോട് പറയാനുള്ളത് വളരെ മാന്യമായ രീതിയിൽ എല്ലാ ബഹുമാനത്തോടും പറയണം. മുസ്ലിം സമുദായത്തിൽ എക്സും വൈയും ഓൾഡും ന്യൂ ഒന്നുമില്ല. ലോകത്ത് മുസ്ലിം രണ്ട് വിഭാഗമുള്ളൂ. ഒന്ന് മുസ്ലിം, നോൺ മുസ്ലിം. ആ നോൺ മുസ്ലിമാണ് നമ്മൾ കാഫിർ എന്ന് പറയുന്നത്. കാഫിർ എന്ന വാക്ക് എന്തോ നാളൊരു സംഘപരിവാർ ഭയങ്കര തെറ്റായ രീതിയിലാണ് മുസ്ലിങ്ങളെല്ലാത്തിനൊക്കെ കാഫിർ എന്ന് പറഞ്ഞത്. കാഫിർ എന്നാൽ ഇപ്പോൾ ഹംക്ക് എന്നൊരു വാക്കാണ് ഈ അറബിയിൽ. ഹംക്ക് എന്നാൽ വീരില്ലാത്തതെന്നുള്ളൂ. പക്ഷെ ഇവിടെ ചില മുസ്ലിങ്ങൾ പോലും പറയുന്നത് അത് എന്നെ ചീത്ത പറഞ്ഞാന്ന് പറയും. ഹംക്ക് എന്ന് അറബിയിൽ പറഞ്ഞാൽ വീരമില്ലാത്തവനെ എന്ന് അർത്ഥമുള്ളൂ. അതൊരു തെറ്റായ വാക്കല്ല, ഒരു കളിയാക്കലുമല്ല. അതുപോലെ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവൻ, അത് അല്ലാഹുവിൽ വിശ്വസിക്കാത്തവൻ എന്നും മാത്രമുള്ളൂ. അല്ല അതിൽ വേറൊരു ദുരുദ്ദേശമോ അല്ലെങ്കിൽ ചീത്തയൊന്നുമില്ല. സംഘപരിവാർ ഇത് ആശയങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നതാണ് കുഴപ്പം പറ്റത്. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കഴിഞ്ഞതാണ് ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ, ഹലാൽ എന്ന വാക്കിന് അർത്ഥം ശുദ്ധമായത് അല്ലെങ്കിൽ വൃത്തിഹീനമുള്ളത്, അനോദീയമായത് ഇതൊക്കെയാണ്. മറ്റു സാധ്യത പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ഈ ജിഹാദി എന്ന് പറഞ്ഞാൽ പല മുസ്ലിങ്ങൾ ഇപ്പോൾ ഇതിന് പിടക്കാണ്. ഇതിന് പിടക്കണ ജിഹാദി എന്ന വാക്ക് നിങ്ങളുദ്ദേശിച്ച അർത്ഥമൊന്നുമില്ല. അത് നമ്മൾ ആ കളക്ടറിൽ അയ്യർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം മുസ്ലിങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാവില്ല, പക്ഷെ മുസ്ലിങ്ങൾ പറയാൻ ബോധ്യമാവുള്ളൂ. അപ്പം ജയിക്ക് വെട്ടും DGP ജയിക്ക് സാറൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ ജിഹാദി എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. അതിന് ഈ പറഞ്ഞ ദുരുദ്ദേശം അർത്ഥമൊന്നുമില്ല. ജിഹാദി ജിഹാദ് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി സ്വയം വളരാനും സ്വാർത്ഥ ഇതിന് പ്രയത്നിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമുള്ളൂ. അല്ല വേറെ അതിലൊരു അനാവശ്യ അർത്ഥമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇനി മുതൽ പറയുന്ന ജിഹാദി എന്ന് അതിൽ പറഞ്ഞാൽ നിങ്ങൾ അത് സന്തോഷം സ്വീകരിച്ച വാക്ക് ഒരു കുഴപ്പമില്ല. മേലാൽ മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോട് പറയണം, നിങ്ങൾ ആരെങ്കിലും ജിഹാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പൊട്ടിത്തെറിക്കരുത്. നിങ്ങൾ ചിരിച്ചോളണം. അവിടെ പ്രശ്നം തീർന്നു. പുലയെന്ന് പറയുമ്പോൾ പുലയെന്ന് വെച്ചാൽ വാക്കെടുത്താൽ പുലമിന് ഭൂമിയുടെ ഉടമ. പണ്ട് ദളിതുകളാണല്ലോ, ദ്രാവിഡന്മാരാണല്ലോ ഇന്ത്യയിൽ പൂർവീകർ. അവരെല്ലാം ഭൂസ്വത്തൊക്കെ അവർക്കാണല്ലോ. ഭൂ ഉടമ എന്ന് അർത്ഥമുള്ളൂ. പക്ഷെ അത് പുലയ വിഭാഗം സമ്മതിക്കുക, കളിയാക്കുന്നില്ല എന്നൊരു കേസ് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പുലയ സമുദായം കാണിക്കുന്ന ആ മണ്ഡലത്തിൽ നിങ്ങൾ കാണിക്കരുത്, മുസ്ലിം സമുദായം കാണിക്കരുത്. നിങ്ങൾ സമൂഹത്തിൽ ഉത്തമ മാർഗ ആൾക്കാരാണ്. ജിഹാദി എന്ന് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. അതിൽ ഒരു അനാവശ്യ വാക്കുമില്ല. കേസ് എടുക്കുന്നത് അതാണല്ലോ. അപ്പോൾ അത് അവർക്കൊരു ആവേശം കൊള്ളുള്ളൂ. അപ്പം മിണ്ടില്ല. ഞാൻ പറഞ്ഞില്ല, കളമശ്ശേരിയിൽ ഒരു കളിയായിക്കൊണ്ടിരുന്നത് ചക്കര എന്ന് പറഞ്ഞത്. അവന് വലിയൊരു തുടിക്കാണ്. ഇപ്പോൾ ചക്കറാസ് പേരിട്ട് അതുകൊണ്ട് ഞാൻ കളിയാക്കി നിർത്തി. അത്ര കാര്യമുള്ളൂ. അപ്പോൾ എക്സ് മുസ്ലിങ്ങളോട് പറയാണ്, നിങ്ങൾ മുഹമ്മദ് ഉപയോഗിച്ചോ? മുഹമ്മദ് ആർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗോക്കളി മേയ്ക്കുന്ന അർത്ഥമുണ്ട് എന്ന് വെച്ച് ഗോപാലകൃഷ്ണൻ വാക്ക് നേരിട്ട് നോക്കിയാൽ ഹിന്ദു എന്ന അർത്ഥമൊന്നുമില്ല. ഗോക്കളെ മേയ്ക്കുന്നു. പക്ഷെ നമ്മളോട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഹിന്ദുവായിട്ട് ചിത്രീകരിക്കുന്നു. അതിൽ മുഹമ്മദ് എന്നാലും മുസ്ലിമായി ചിത്രീകരിക്കുന്നു. എനിക്ക് മുഹമ്മദ് എന്ന് പേര് ഇട്ടുകൊണ്ട് മുസ്ലിം ആവുന്നില്ല. അത് അതിൽ വിശ്വസിച്ചാലേ ഉള്ളൂ. അപ്പോൾ ആരിഫ് ഹുസൈനോട് ആദ്യ അവസ്ഥയായിട്ട് പറയാണ്, ആവശ്യമില്ലാതെ ഈ സമുദായത്തെ കയറിക്കൊത്തിയാൽ, ഞാൻ പണ്ടൊരു സുൽത്താനോട് പറഞ്ഞിരുന്നു. ആ സുൽത്താൻ പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പം കാണിക്കില്ല. അവിടെ ആദ്യം അവസാനമായിട്ട് വളരെ ന്യായമായിട്ട് ചിരിച്ചോണ്ട് സന്തോഷം പറയുന്നത്, നിങ്ങൾ എന്തും പ്രചരിപ്പിച്ചോ അതൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ഇസ്ലാമത്തെ കുറ്റം അതും കുഴപ്പമില്ല. പക്ഷെ ഒരു പരിധി വിട്ടുള്ള കളി എക്സ് മുസ്ലിങ്ങളിൽ വേണ്ട. നിങ്ങൾ മുഹമ്മദ് പറഞ്ഞോ, നോ പ്രോബ്ലം. ഒരിക്കലും മുസ്ലിമായി കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ എക്സ് മുസ്ലിം. അത് ലോകത്ത് ആരെങ്കിലും എക്സ് മുസ്ലിം, എക്സ് ഹിന്ദു, എക്സ് ക്രിസ്ത്യൻ തെമ്മാടിത്തരം കാണിക്കരുത്. തെമ്മാടിത്തരം കാണിച്ച് എന്നെപ്പോലെ സന്തോഷമായിരിക്കില്ല. മറ്റ് സമുദായത്തിൽ മറ്റ് മെമ്പർമാരൊക്കെ കുറച്ച് വികാരമുള്ളവരാ, അവർ പ്രതികരിക്കും. അത് ഏത് നിലക്കൊരു നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ആരിഫ് ഹുസൈനോട് ആദ്യമായിട്ട് അവസാനമായിട്ട് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയാണ്, നിങ്ങൾ എക്സ് മുസ്ലിം വാക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾ മുഹമ്മദ് ഉപയോഗിച്ചോ, രാമൻ ഉപയോഗിച്ചോ, ജോസഫ് എന്ന് ഉപയോഗിച്ചു, അതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. ഏത് പേര് ഉപയോഗിക്കാം. ഞാൻ വീണ്ടും പറയണം, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകണമെന്നില്ല, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആകണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ഗോപാലകൃഷ്ണനായിട്ട് ഹിന്ദുവായി ചിത്രീകരിക്കുകയാണ്.
പിന്നെ മുഹമ്മദ് കേട്ട മുസ്ലിം അപ്പോൾ നിങ്ങൾ മുഹമ്മദ് വാക്ക് ഉപയോഗിച്ചോ, ആരിഫ് ഹുസൈൻ ഉപയോഗിച്ചോ, നോ പ്രോബ്ലം. ഒരിക്കലും എക്സ് മുസ്ലിം പ്രയോഗം പാടില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. ശ്രദ്ധിക്കണത്. ജനങ്ങൾ വളരെ പ്രകോപിതരായിരിക്കുകയാണ്. അവർ ക്ഷമയുടെ നിര്യായമാണ്, അനാവശ്യം വന്ന് കണക്കണം. അപ്പോൾ അവർ ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇപ്പം ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് പറയുന്നത് ഇസ്രായേലും ഇറാനും കൂടി ഒത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ തകർക്കാനുള്ള ശ്രമമാണെന്നുണ്ട്. ഗൾഫ് രാജ്യം പ്രത്യേകിച്ച് ദുബായ് ഒക്കെ ലോകത്ത് നമ്പർ 1 ആണ് പല കാര്യങ്ങളിലും. അത്ര ഉത്തമമായ മുന്നേറ്റമാണ് വ്യവസായത്തിലുമൊക്കെ, പരിഷ്കാരങ്ങളിലെല്ലാം. അപ്പം അത് തകർക്കുക എന്നുള്ള ഇസ്രായേലിലും അമേരിക്കയുടെ ആവശ്യമാണ്. അതിന് ഇറാനെ കൂട്ടുപിടിച്ച് ഇറാനും ആധിപത്യം ആ മേഖല ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഉണ്ടോ എന്ന് സംശയമുണ്ടോ എന്ന് ഞങ്ങൾ മനഃശാസ്ത്ര ഗ്രൂപ്പ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കും. കാരണം ഇപ്പം ദുബായി ഒക്കെ ബോംബിട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ്. എടോ ആ ഭാര്യയും ഭർത്താവും ഒരു മത്സരത്തിൽ പങ്കെടുത്ത് പറഞ്ഞത്, നീ ജയിച്ചാൽ നിനക്ക് ഞാൻ ഉമ്മ തരും, ഞാൻ ജയിച്ചാൽ നീ എനിക്ക് ഉമ്മ തരും. രണ്ടും ഒന്നില്ലേ, ആർക്കും ഉമ്മ തരും. അതുപോലെ ഇവിടെ അമേരിക്കയുടെ ഇതാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളാണ് തകർക്കുന്നത്. ലോകത്ത് നമ്പർ 1 ദുബൈയൊക്കെ പല കാര്യങ്ങളിലും. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ അത് ബുദ്ധിയുള്ളവർ ശ്രദ്ധിക്കാം. മറ്റൊന്ന്, പ്രാദേശിക ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഭരണകൂടങ്ങൾ, ഞാൻ പറഞ്ഞില്ലിപ്പോൾ നോർത്ത് പാല് ഇറങ്ങി കലൂർക്ക് വരുമ്പോൾ കലൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ മറ്റേ MES ജംഗ്ഷൻ ഉണ്ട്. ആ MESൽ നിന്ന് റൈറ്റിലേക്ക് തീർന്ന റോഡിൽ ജോസഫ് റോഡുണ്ട്, സെബാസ്റ്റ്യൻ റോഡ്. ഈ സെബാസ്റ്റ്യൻ റോഡിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ട് അത് KK റോഡിലെ മീഡിയം കട്ട് ചെയ്ത് ഒരു ഓപ്പണിങ് കൊടുത്തു. നല്ല കാര്യം, തെറ്റൊന്നുമില്ല. കല്ലൂർ ജംഗ്ഷനിൽ വരാതെ അവർക്ക് KK റോഡിൽ കിടക്കാം, അല്ലെങ്കിൽ വൈക്കത്തേക്ക് കിടക്കാം. പക്ഷെ ആ റോഡ് കണക്ഷൻ കൊടുത്തുകൂടി വീതി കൂട്ടില്ലെന്നേ. അവിടെ പാല് ഇടുങ്ങിയിരിക്കുകയാണ്. ഇപ്പം 2 വണ്ടിയിൽ നിന്ന് അവിടെ നിന്നുമാണ്. അവിടെ പല സന്ദർഭങ്ങളിലും അവിടെ ബ്ലോക്കാണ്. അവിടുത്തെ മെമ്പർമാരും കോർപ്പറേഷൻ മേയറും PWD ഉദ്യോഗസ്ഥന്മാരും ഒരു വിനയമായിട്ട് പറയാണ്, ഇനി സമയത്തിനൊക്കെ വിനയമായിട്ട് പറയാണ്, അവിടെ 2 സൈഡിലും ഓരോ മീറ്റർ വെച്ച് വീതി കൂട്ടാനുള്ള സ്പേസ് ഉണ്ട്. 2 സൈഡിലുണ്ട്. 2 സൈഡിലും ഓരോ മീറ്റർ 2 മീറ്റർ 7 അടിയാവും. 7 അടി വന്നാൽ ഈസിയായിട്ട് 2 പോകും. ധൈര്യമായിട്ട് 2 പോകും. ബാക്കിയെല്ലാം റോഡ് വീതിയുണ്ട്. അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഞാൻ പറയും തേവക്കൽ കാഞ്ഞിരപ്പള്ളി വികസിച്ച കാര്യം ഇബ്രാഹിം കുഞ്ഞിന്റെ ഓർമ്മയൊക്കെ ഞാൻ പറഞ്ഞത്. അത് തേവക്കൽ ജംഗ്ഷനിൽ വികസിപ്പിക്കണം. അവിടെ മരം വെട്ടി മാറ്റി കുറ്റി നിൽക്കണം. അത് 3-4 അടി പൊക്കത്തിലാണ്. കുട്ടികൾക്ക് കാല് കെട്ടിപ്പോകുന്നു, ഇയാൾ ശല്യം ഉണ്ടാകുന്നത്. ആ കുറ്റിയൊക്കെ പറിച്ച് ആ ഉള്ള സ്ഥലം വീതി കൂട്ടി കങ്ങരപ്പടി പോലെ ഒരു പ്രധാന ഒരു ജംഗ്ഷൻ ആക്കി എടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലാകുന്നല്ലോ പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ് എത്ര വർഷമായി അത് ഇപ്പോഴും HMT ജംഗ്ഷൻ ഒന്ന് തടഞ്ഞു നിൽക്കുകയാണ്. ഓരോരുത്തർ സ്വാർത്ഥലാഭം. എൻ്റെ പറമ്പിൻ്റെ അരികിൽ കൂടി പോകുന്ന ചില നേതാക്കൾ, മറ്റു നേതാക്കൾ എൻ്റെ പറമ്പിൽ അങ്ങനെ തർക്കം കൊണ്ടാണ് അത് പോകുന്നത്. ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അവിടെ വരുമ്പോൾ HMT ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനിൽ വലിയ തിരക്ക് വരും. ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഇപ്പോഴേ പണിയാണെങ്കിൽ ഒരു അടിപ്പാത പണിയാം. നിസ്സാര ചിലവുള്ളൂ. ഒരു 1-1.5 കോടി രൂപ വരുള്ളൂ. അത്രയും വരില്ല. ഒരു 10-35 ലക്ഷത്തിൽ ഒരു അടിപ്പാതയല്ലേ, ഒരു 4 വരിപ്പാതയുടെ അരിയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അത്രയുള്ളൂ. ഒരു 10-60-50 ലക്ഷത്തിൽ തീരും. അത് ഇതെല്ലാം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10-20 കോടി മുടക്കേണ്ടി വരും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെടുത്ത് തൈക്കൂടം ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അത് ആ റോഡ് ഉണ്ടാക്കിയ സമയത്താണെങ്കിൽ അവിടെ അണ്ടർ പാസേജ് പഴയ മലയാളത്തിൽ കലുങ്ക് എന്ന് പറയും. കലുങ്കോലോട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടി 5 ലക്ഷം കൂടി വരില്ല. അത് പിന്നീട് വർഷങ്ങൾ ശേഷമാണ് 15 കോടിയായിട്ട് കൊടുത്ത് 2 വർഷം റോഡ് ബ്ലോക്ക് ചെയ്താണ് അത് ശരിയാക്കിയെടുത്തത്. ആരെ ബോധിപ്പിക്കാനാണോ? എന്തിനാണോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ മക്കളുടെ നേട്ടവും ഉദ്യോഗ ലെവലും ഉദ്യോഗ പ്രൊമോഷനൊക്കെ അല്ലേ. നാടിനെ കുറിച്ച് ചിന്തിക്കുക. രാഷ്ട്രീയക്കാരോട് പറയാണ്, ഉദ്യോഗസ്ഥന്മാരോട് പറയാണ്, ഈ നാടിനെ കുറിച്ച് ചിന്തിക്കുക. അത് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ. അത് അത്രയും കാര്യം അത് പറഞ്ഞാൽ ഒരു ആമുഖമായിട്ട് പറയും. കുറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിച്ച ചെറിയ ഇത് വിശ്രമവേള വിനോദ പ്രവൃത്തി പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച ചെറിയ കാര്യങ്ങൾ നടത്തിയ വലിയ നേട്ടമുണ്ടെന്ന്. ഇപ്പോൾ ജോസഫ് റോഡിൽ 2 മീറ്റർ ഓരോ മീറ്റർ 2 സൈഡ് വീതി കൂട്ടി അവിടെ തടസ്സം തുറന്നു.
ഇവിടെ തേവക്കൽ ജംഗ്ഷൻ കുറച്ച് സ്ഥലം കിടപ്പെട്ട് ബാക്കി 2 സർക്കാർ സ്കൂളിൻ്റെ സ്ഥലമാണ്. അത് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ഒരു 2 മീറ്റർ വെച്ചെടുത്താൽ പോരെ. അതുകൊണ്ട് ശല്യം കെട്ടൊന്നും വിളിക്കാൻ വേണ്ട. എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? വൈ നോട്ട് എന്ന് ചോദിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ അതിൽപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമ്മുടെ സിനിമാ നടി വിജയശ്രീ, മെർലിൻ മാൻഡ്രോ, ഇന്ത്യയിലെ മെർലിൻ മാൻഡ്രോ ആയത് സൗന്ദര്യത്തിലും അഭിനയത്തിലും ഒരുപോലെ മികച്ചിരുന്ന പെൺകുട്ടിയാണ്. 21ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്ത് വന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അവർ കൊന്നെടുത്തത്. ഞാൻ അടുത്തറിയുന്ന ഒരു കുട്ടിയാണ്. അവർ ഫാദറും മദറും ഒക്കെ ട്രിവാൻഡ്രത്തും കൊല്ലമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ മെഡ്രാസിൽ പഠിച്ച് അങ്ങനെ ജന്മനെ തന്നെ കഴിവുള്ള കുട്ടിയായിരുന്നു. അതാണ് സൗന്ദര്യത്തിൻ്റെ അളവുപോലെ നോക്കിയാൽ സ്ത്രീയെ സംബന്ധിച്ച് കേരളത്തിൽ അത് വിജയശ്രീയുടെ സൗന്ദര്യമാണ്. ഒരു മാതൃക എടുക്കാൻ പറ്റിയ അത്രയൊന്നും ഷീല പറ്റൊന്നുമില്ല. ഷീല കൊണ്ടില്ല, നല്ല ജയവാദിനല്ലേ. പക്ഷെ അതൊക്കെ ഓരോ ഭാഗം പറ്റുക. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ അതിന് രൂപമെന്ന് നമ്മൾ വ്യാഖ്യാനം കൊടുത്താൽ അത് വിജയശ്രീയുടെ. ആ വിജയശ്രീ 21ാം വയസ്സിൽ മരിച്ചു. ഒന്ന് അപകടത്തിൽപ്പെട്ട് ദുരുദ്ദേശപരമായി കൊന്നൊക്കെയാണത്. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഒക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നഗ്നമായിട്ട് കിടന്നു പറഞ്ഞത്, തുണിയിടാൻ പോലും ആളുണ്ടായില്ല. അങ്ങനെ വളരെ ദുഃഖത്തോടെയാണ് ആ കുട്ടിയുടെ മരണത്തിൽ നമുക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. നമ്മളൊന്നുകൂടി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്, ആത്മാവ് നിത്യശാന്തി നൽകുകയാണ്. ഇനി പറയാൻ കാരണം, സെക്രട്ടേറിയറ്റിൻ്റെ അനക്സ് മധ്യ കേരളത്തിൽ വേണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണമെന്നുള്ള നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് തലസ്ഥാനം മാറ്റും, ചില ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളത് ഒന്ന് മാറിയിട്ട് സെക്രട്ടേറിയറ്റ് അനക്സ്, നമുക്കത് കിട്ടിയാലും മതി. അനക്സ് മാറ്റണം എന്നുള്ള ശ്രമമാണ്. അത് ഏതായാലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നല്ല ശതമാനം മലബാറുകാരായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മളെങ്കിൽ കൂടുതൽ താല്പര്യം അവിടെ കൊണ്ട് അത് വളരെ സഹകരിച്ച് വരുന്നുണ്ട്. അത് കാക്കാട് അടുത്ത വർഷം 1-ാം തീയതി, കാരണം ഇനിയിപ്പോൾ 3-4 മാസം മഴയാവും, അതുകൊണ്ട് ആ ടൈം നീട്ടി വെച്ചത്. 1-ാം തീയതി ഒരു വിപുലമായ സമ്മേളനമുണ്ട്. ആ സമ്മേളന നഗറിന് പേരിട്ടിരിക്കുന്നത് ജയവിജയ നഗർ എന്നാണ്. ജയൻ നമ്മുടെ അന്തരിച്ച ജയൻ, മനുഷ്യൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ടിടുക. പിന്നെ വിജയശ്രീ, അതാണ് ജയവിജയ നഗർ എന്ന് ആ നഗറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കുട്ടിയുടെ പേര് ഓർമ്മയ്ക്കായിട്ട് ആ കുട്ടിയുടെ പേര് ആ നഗറിന് കൊടുത്തിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു വശം. നമ്മുടെ മെയിൻ വശം ഇതാണ്. CPM സംബന്ധിച്ച് CPM തകരാൻ പാടില്ല. CPM തകരാതെ നോക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൂടി ആവശ്യമാണ്. CPM മാത്രമല്ല. ഞങ്ങൾ പോലെ എങ്ങനെയാണ് UDF ഇത്തവണ ഭരണത്തിൽ കയറ്റേണ്ടത്, അതെന്താ LDF നിലനിൽക്കാൻ വേണ്ടിയാണ്. അത് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ദൈവാനുഗ്രഹവും നാട്ടുകാർ സഹകരണം കൊണ്ട് അത് വിജയിച്ചു. പരമാവധി വിജയിച്ചു, മാത്രമേ പരിധി കൂട്ടി വിജയിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഏതാണ്ട് 11ആണ്. ഇനി നമുക്ക് വേണ്ടത് കമ്മ്യൂണിസ്റ്റ് CPM എന്ന പാർട്ടി നശിപ്പിക്കാൻ പാടില്ല. അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇത് ശ്രമിക്കണം. അതിൻ്റെ മുന്നേ പിണറായി വിജയൻ്റെ 2-3 ഗ്രൂപ്പും കൂടുതൽ ആളുകളില്ല, അവർ കംപ്ലീറ്റ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം. പാർട്ടി പുറത്താക്കല്ല, നിങ്ങൾ നിശബ്ദമായി മാറിക്കണം. എന്നിട്ട് യുവതലമുറയെ ഏൽപ്പിക്കണം. അച്യുതാനന്ദനും പിണറായി നമ്മൾ അറിയാമല്ലോ, ഗ്രൂപ്പുകളിൽ അവസാനം ആ മനുഷ്യർക്ക് തകർത്ത് കളഞ്ഞു പിണറായി വിജയൻ. അപ്പോൾ തകർത്തറിയാൻ നിങ്ങളുടെ 10 വർഷം കേരളം ഭരിച്ചിട്ട് അതോടുകൂടി ആ പ്രസ്ഥാനം ഇല്ലാതെയാക്കി കളയും. ഇപ്പം എല്ലാവരും പറഞ്ഞിരിക്കും ഞങ്ങൾക്ക് ആ മുഖം കാണണ്ടെന്നാണ്. മലയാളികൾ നല്ല 90% പേരും പറഞ്ഞ് ഇനി ഞങ്ങൾക്ക് ആ മുഖം കാണുന്നത്, കാരണം കണ്ടിട്ട് മടുത്തു പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ് വെച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, സഖാവെ ഞങ്ങൾ സ്നേഹത്തോട് പറയാണ്, സഖാവ് തൽക്കാലം മാറി നിൽക്കുക, എന്നിട്ട് പുതിയ തലമുറ ഏൽപ്പിക്കുക. ആ പ്രസ്ഥാനം തകർക്കല്ലേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർത്താൽ വലിയ അപകടമാണത്. നിങ്ങൾ ധരിക്കും പോലെ ഇന്ത്യയിൽ ഫാസിസ്റ്റയും സവർണ ഫാസിസ്റ്റുകളും പിന്നെ നമ്മുടെ കോർപ്പറേറ്റുകളൊന്നും ഒതുക്കാൻ സാധാരണ നിലക്ക് നടക്കില്ല. അതിന് ഈ 4 കോൺഗ്രസ് മാത്രം പോരാ, അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടി വേണം, ശക്തമായിട്ട് രംഗത്ത് വരണം. ഇതൊക്കെ കോക്രോച്ച് പാർട്ടി 20-ാം തീയതി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാണ്. പ്രതിപക്ഷ പാർട്ടികൾ എന്തുമാത്രം സഹകരിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്.
ഈ 10-20 ലക്ഷം വിദ്യാർത്ഥികളുടെ കാര്യം വെള്ളത്തിലാക്കി അതിൻ്റെ കാര്യത്തിൽ 10-20 കുട്ടിയാട്ടം മരിക്കുകയും ചെയ്ത് ആ രക്ഷാക്കളുടെ മക്കളുടെയും പ്രശ്നം അതിൽ ബുദ്ധിമുട്ടും നാശം മനസ്സിലാക്കിയിട്ട് അവർ വന്ന് ആ മന്ത്രി രാജിവെക്കണം. ആ മന്ത്രി രാജിവെച്ചുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല. എങ്കിൽ അങ്ങനെ പറയാവുള്ളല്ലോ. പ്രധാനമന്ത്രി രാജിവെക്കുന്നത് ആദ്യം പറയാൻ പറ്റില്ലല്ലോ. അതിവിടെ മുറവിളി കൂട്ടാണ് അവർ. ഇതുപോലെ പോലീസ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജ് കിട്ടി. എനിക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജന്തർ മന്ദിറിൽ അവർ നിൽക്കണം ദിവസങ്ങളായി. അവർ അവിടുന്ന് പോലീസ് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആ പിള്ളേർ കരഞ്ഞൊക്കെ ഞങ്ങൾക്ക് കൂടി ഇത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്ന അവർക്ക് അനുകൂലമായിട്ട് ഇന്ന് പ്രതികരിക്കണം. എന്താണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ചുമതല? എന്താണ് അവർക്ക് മടി അവരായിട്ട് സഹകരിക്കാൻ? അത് നിങ്ങളിപ്പോൾ കണ്ട് എന്താ 90 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ 90 വയസ്സ് ഒരു പടു വൃദ്ധ തന്നെ നിൽക്കാൻ പറ്റില്ല. ആ വൃദ്ധിനാണ് AC പ്രസിഡന്റ് അയക്കുന്നത്. ഇപ്പം കർണാടകയിൽ വീണ്ടും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യിക്കുക. 91 വയസ്സായിട്ടുണ്ട്. മകൻ അവിടെ ആഭ്യന്തരമന്ത്രി, മരുമകൻ MP. ഈ കുടുംബാധിപത്യം നിർത്തുന്ന ആദ്യമായിട്ട് കോൺഗ്രസ് നിർത്തണം കുടുംബാധിപത്യം. എന്ത് അവകാശമാണ് കുടുംബങ്ങൾക്ക് പാരമ്പര്യമായിട്ട് രാജ്യം ഭരിക്കാനുള്ള? ഏത് നിയമത്തിൽ കൂടി നിങ്ങൾ നിൽക്കുന്നത്? അത് കുറേ തെണ്ടികൾ എന്ന് പറയാ. കുറേ ഈ ഇന്ത്യയിലെ തന്നെ ജനങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാണ്. അവർ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി. നിങ്ങൾ കൊച്ചു കാര്യം സാധിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണം. ഇന്ത്യയിൽ ജനങ്ങൾ സന്തോഷവാനായിരിക്കണം. അവർ സമൃദ്ധിയുടെ ജീവിക്കണം. അതാണ് വേണ്ടത്. അല്ല 1-2 വ്യക്തികളുടെ അധികാരമല്ല വേണ്ടത്. ഇത് ഒരിക്കൽ അധികാരത്തിൽ കയറി പിന്നെ നെറികെട്ട് ആൾക്കാരുണ്ടല്ലോ, മാറില്ല. അത് അച്ഛൻ്റെ പാരമ്പര്യം. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും അവസ്ഥ ഇതാണ്. അച്ഛനും മകൻ, ഭാര്യ, അങ്ങനെ പോരാണ്. അതല്ലേ BJP ഈസി ആയിട്ട് കയറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സോണിയാഗാന്ധിയുടെ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് BJP ഇത്രയും പെട്ടെന്ന് അധികാരത്തിൽ കയറിയത്. ഇനിയും അധികാരത്തിൽ കയറും. അത് മാറ്റേണ്ട സമയമായിന്ന്. ഈ കുടുംബാധിപത്യമൊക്കെ മാറ്റി സമയമായി. അത് നല്ല വയസ്സ് 60 ഒരു 40 വയസ്സും 60 വയസ്സും എടുക്കുള്ളവർക്ക് മാത്രമേ മത്സരിക്കുന്ന അവസരം കൊടുക്കാവൂ. അത് നിയമം ഉണ്ടാക്കണം. 40 വയസ്സ് പക്വത വരും. 60 വയസ്സാകുമ്പോൾ വൃദ്ധനായിട്ട് തീരും. അപ്പം അതിന് മുമ്പായിട്ട് ആ 20 വർഷം. അപ്പോൾ എന്തറിയോ, 4 ടേം ആകെ വരുള്ളൂ. അപ്പോൾ 2 ടേമിക്കുള്ള ആർക്കും വരാൻ പാടില്ല. NSSന്റെ ആണെങ്കിലും MS-ന്റെ ആണെങ്കിലും SNDP ആണെങ്കിലും ഈ അച്ഛൻ മകൻ അമ്മ അത് പാടില്ല. അവരൊക്കെ തെരുവിലിറക്കുമ്പോൾ ചാണം പൊളിച്ചെടുക്കണം. ഞാൻ പൊതുജനങ്ങളോട് ആഹ്വാനിക്കുകയാണ്, അക്രമത്തിലല്ല. അങ്ങനെയുള്ള ഉത്കൃഷ്ട ജീവികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒതുക്കണം. ജനങ്ങൾ ഒതുക്കണം. അതാത് ഗ്രൂപ്പിൽ ജനങ്ങൾ ഒതുക്കണം. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? SNDP ആൾക്കാർ നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഇപ്പോൾ ഇതേ കാണിച്ചിട്ട് എന്തെങ്കിലും വളർച്ച പാർട്ടിക്കുണ്ടോ? എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ റാമൂലി നടക്കല്ലേ അദ്ദേഹത്തിന് വേണ്ടി? അതുപോലെ NSSന്റെ MESന്റെ ഇതൊക്കെ അനാവശ്യം. തുറന്ന് പറയേണ്ട ആരും പറയൂല. അവൻ കൂടെ നിന്ന് ആനുകൂല്യം പറ്റി അവൻ ജീവിച്ചു മുന്നോട്ട് പോകണം. രാജ്യമാണ് നശിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. അതിനൊക്കെ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനൊരു വഴക്കും ലഹളക്കും പ്രോത്സാഹനം കൊടുക്കാമല്ലോ, അത് തെറ്റാണ്, രാജ്യദ്രോഹ കുറ്റമായിട്ടില്ലേ? അതല്ല. നിങ്ങൾ അനീതിക്കെതിരെയും അസമത്വത്തിനെതിരെയും പ്രതികരിക്കണം. ന്യായമായ രീതിയിൽ, ജനാധിപത്യ രീതിയിൽ, സമാധാനമായിട്ട്, ആരും ആക്രമിക്കാതെ കൊല്ലാതെ. എന്താണ് ഇനി നടക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് മടി കാണിക്കുന്നതാണ്? 90 വയസ്സ് 91 വയസ്സാണ് വീട് രാജ്യസഭയിലേക്ക് വിട്ട്. അതുപോലെ ഒരാൾക്ക് 40-50 വർഷമായിട്ട് MP MLA മന്ത്രിയാണ്. ഇപ്പോഴും വേണം എനിക്ക് KPC പ്രസിഡന്റ് വേണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം. എന്താണ് ഒരു കൂടുതൽ ജന്മാവകാശ? 2 ടേമിൽ കൂടുതൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് ഏതാണ്ട് അതൊക്കെ പിണറായി വിജയൻ കൊണ്ട് നല്ല വരാ. കോൺഗ്രസ് ഇപ്പോഴും സംഭവിക്കുന്നില്ല. ലീഗ് 3 അവസാനിപ്പിച്ചാണ്. കോൺഗ്രസ് അതുമില്ല. ഇതിപ്പോൾ 91 വയസ്സ് കഴിഞ്ഞ് ഗാർഗെ വീണ്ടും രാജ്യസഭയിലേക്ക് കിട്ടും. തന്നെ നിൽക്കാൻ പറ്റില്ല. കണ്ടതിലെ ബൊമ്മ പോലെ യാതൊരു ആരോഗ്യമില്ലാത്ത നിങ്ങളൊക്കെയാണ് ഈ ഓടിപ്പാഞ്ഞെടുത്ത് പ്രവർത്തിക്കേണ്ട സമയത്ത് ഇരിക്കുന്നത്. സോണിയാഗാന്ധിയൊക്കെ മാറിക്കൊടുക്കണം. ബൊമ്മയൊക്കെ മാറിക്കൊടുക്കണം. ഇത് യുവതലമുറ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഇത് ആണെങ്കിൽ കൊണ്ടുപോകും. അത് കോക്രോച്ച് പാർട്ടികളിൽ യുവതലമുറയാണ്. അവരൊക്കെ രംഗത്തേക്ക് വരാണ്. ബട്ട് ആസാമിൽ വിദ്യാർത്ഥി കളിച്ചു പോലെ അവർ കളിച്ചു. അവിടെ ഭരിച്ചു. നിങ്ങളൊക്കെ പുഷ്പം പോലെ പുറത്തത്.
അത് പോകാതിരിക്കും. നിങ്ങൾ അവരായിട്ട് സഹകരിച്ചിട്ട് ഈ വൈസന്മാരുടെ കയ്യിൽ നിന്ന് അധികാരം മാറ്റിയിട്ട് യുവാക്കളുടെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിക്കണം. അല്ലാതെ നടക്കില്ല. വളരെ സങ്കടത്തോടെ പറയാണ്, രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് യുവരക്തി തന്നെ കൊണ്ടുകൂടാ? രാജീവ് ഗാന്ധി ഓക്കെ, യുവാവാണ്. രമേശ് ഓക്കെ, അല്ലെങ്കിൽ സതീഷ് ജി ഓക്കെ, രമേശ് കൊച്ചുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു തലമുറക്ക് എന്താണ് മറ്റേ സുധീറിനെ, ഇപ്പൊ സുധീരൻ ഓക്കെയാണ്, പക്ഷെ പ്രായം ഉണ്ടെന്നേ, പ്രായാധിക്കുന്നേ. പരിഷ്കരണ ബില്ല് ഒരു ചെയർമാനായിട്ട് ഇപ്പൊ സുധീറിനെ അല്ലെങ്കിൽ PC ജോസഫിനൊക്കെ ജോസഫ് സാറിനൊക്കെ എത്തുന്ന നിൽക്കുമ്പോൾ ഇത്ര വയസ്സായി, 90 വയസ്സാണെന്ന് തോന്നുന്നു. നിങ്ങളൊരു 60 വയസ്സിൽ താഴെ ഏൽപ്പിക്കുക, അതിൽ മുകളിൽ ഞാനൊക്കെ 77 വയസ്സ്, എന്നെ ഒന്നും ഏൽപ്പിക്കാൻ പാടില്ല. ഞാൻ ഏൽക്കില്ലല്ലോ, എനിക്ക് തരവില്ലല്ലോ, ഞാൻ ഏൽക്കൂല. അത് ചെറുപ്പക്കാരെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ജോസഫ് കുഴിയിൽ കാലിട്ട് ജോസഫിന് ആൾക്കാർ സമരം ചെയ്യാണ്. ഞങ്ങളുടെ അപ്പന്, ഞങ്ങളുടെ കാരണവർക്ക് സ്ഥാനം വിടുമായിട്ട് അവരൊക്കെ കാലിൽ പിടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കല്ലേ, അവർക്ക് വേണ്ടി വാദിക്കുന്നവരെ. 60 വയസ്സിന് മുകളിലുള്ള കാരണന്മാർക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമരം ചെയ്യുന്ന നീട്ട ജീവികൾ ആരായാലും ശരി, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും BJPയിലും ലീഗായാലും ആരായാലും, അതിന് പൊതുജനം പ്രതികരിക്കാൻ പോവാണ്. കാലിൽ പിടിക്കാൻ പോയിക്കണം. ഏത് പാർട്ടിയാലും ഏത് ജാതിയായാലും. ജോസഫൊക്കെ എത്ര കൊല്ലം പോലെ നടക്കുന്നത്. ജനങ്ങൾക്ക് വളരെയധികം വികാരമുണ്ട്, പക്ഷെ അത് പലരും പ്രതികരിക്കുന്ന അവസരമില്ല, പ്രകടിപ്പിക്കുന്നില്ല. അതല്ല ഞങ്ങളാണ് ഇത് പറയുന്നത്, നിങ്ങൾക്കാണ് ഇത് മെസ്സേജ് അയക്കുന്നത്. സാർ ഇതൊന്നുകൂടി പറയൂ. ഞങ്ങൾക്കൊരു വേദി ഉണ്ടല്ലോ, ആ വേദിയുണ്ട്. ജോസഫിന് പ്രതികാരം വേണം. മറ്റു KC ജോസഫ് പറ്റി നടക്കുന്ന കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഒരാളുണ്ട്, ഒരു ദളിതാന്ന് പറഞ്ഞു, ദളിതൊന്നുമല്ല, കൺവെർട്ട് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല ഇത്രയും കാലമായിട്ട്, ഇനി KPC പ്രസ്ഥാനം കിട്ടിയില്ല, ഇനി കിട്ടിയേ തരൂ. എന്തൊരു ജന്മാവകാശമാണത്? KPC പ്രസിഡന്റ് ദളിതിന് കൊടുക്കുന്ന നിർബന്ധം വല്ലതും ഉണ്ടോ? സാഹചര്യം വരികയാണെങ്കിൽ ദളിതിനും ആകാം, തെറ്റില്ല. അത് അവകാശം കണക്കാക്കാൻ പറ്റുമോ? നിങ്ങൾ വേണ്ട, നിങ്ങൾ മാത്രം കിട്ടാതെ വേറെ ആരുമില്ല ഇവിടെ. എത്ര കോടി ജനങ്ങളുടെ അത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ, ഒരു വാർഡ് മെമ്പർ പോലും ആകാതെ എത്രയോ കോടി ജനങ്ങൾ കേരളത്തിലുണ്ട്. പാർട്ടി പ്രവർത്തനമുണ്ട്, പട്ടിണി കിടന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഉള്ള കാശ് പാർട്ടി കൊടുക്കുന്നവരും. എന്നിട്ട് ഈ മഹാൻ സമ്പാദിച്ചു കൂട്ടിയ മുഴുവനും 10, 40, 50 വർഷം നിയമസഭയിലും ലോകസഭയിലും മന്ത്രി കിട്ടാനുണ്ട്. ഇനി KPC പ്രസിഡന്റ്. ഒരു കാര്യം പറയാം, ആവശ്യമില്ലാത്ത കാര്യം ഡിമാൻഡ് ചെയ്താൽ ചാണകവെള്ളം തളിക്കാൻ ജനങ്ങൾ സജ്ജമായിരിക്കുകയാണ്, പബ്ലിക് സജ്ജമായിരിക്കുകയാണ്. പബ്ലിക് വയലന്റ് ആക്കി നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓർമ്മണം. ഒരു പിണറായി കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, നിസ്സാരക്കാരനായി ഒരു എന്താ പറയുക, അടിമയെ പോലെ സ്ഥലത്ത് കാണുന്നത്. എങ്ങനെയാണ് കത്ത് കൊടുത്തത്? എത്ര അധികാരം, എത്ര ദാഷ്ട്യം, എത്ര ധിക്കാരം, എത്ര അഹങ്കാരമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ജനങ്ങൾ വിചാരിച്ച ഇവരെല്ലാം താഴെക്കും, നിങ്ങളെ താഴെക്കും, അത് പിണറായി പോലെ നിങ്ങളെ താഴെക്കും. മനസ്സ് വെച്ച് മുന്നോട്ട് പോകണം. മര്യാദക്ക് ജീവിച്ച് വളർന്ന് എല്ലാവർക്കും അവസരം കിട്ടുമെന്ന രീതിയിൽ 2 ടേമിൽക്കുള്ള ഒരു കാരണവശാലും ഒരു സ്ഥാനത്തും ആരും ഇരിക്കരുത്. ഏത് സ്ഥാനത്താണെങ്കിലും അങ്ങനെ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.